ഹായ് വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ. ഈ വീഡിയോയിൽ +1 സുവോളജിയുടെ 2020 മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത്. ബയോളജിയുടെ ടോട്ടൽ മാർക്ക് 60 ആണ്. ബോട്ടണി 30 സ്കോർ, സുവോളജി 30 സ്കോർ, ടൈം 2 hours, സ്കൂൾ ഓഫ് ടൈം 20 minutes, പ്രിപ്പറേറ്ററി ടൈം 5 minutes. ഇതിൽ 1 hour ബോട്ടണിക്കും 1 hour സുവോളജിക്കും എഴുതാനുള്ള സമയവും കൂൾ ഓഫ് ടൈം 10 മിനിറ്റ് ബോട്ടണിക്കും 10 മിനിറ്റ് സുവോളജിക്കും, അതിൻ്റെ ഇടയിൽ സുവോളജി ആൻസർ ഷീറ്റ് കൊടുക്കാനും ബോട്ടണി ആൻസർ ഷീറ്റ് മേടിക്കാനും പ്രിപ്പറേറ്ററി ടൈം 5 minutesഉം ഉണ്ട്. ആദ്യം ചോദ്യത്തിൻ്റെ മോഡൽ നോക്കാം. 1 മുതൽ 5 വരെയുള്ള 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എഴുതുക. 1 മാർക്ക് വീതം 3 മാർക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ ടൈപ്പ് 6 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ, അതായത് 11 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 അറ്റൻഡ് ചെയ്യുക. 2 സ്കോർ വീതം ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ ടൈപ്പ് ചോദ്യങ്ങളിൽ 17 മുതൽ 20 വരെയുള്ള 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എഴുതുക. 3 മാർക്ക് വീതം ലഭിക്കുന്നതാണ്. ഈ വീഡിയോ വെറുതെ നോക്കിപ്പോകാതെ നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുകയും എഴുതുകയും ചെയ്യാൻ ശ്രമിക്കണം. അറിയാത്ത ഭാഗങ്ങൾ വരുമ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നോക്കുക. ഇനി നമുക്ക് 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 1 മുതൽ 5 വരെയുള്ളത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ടാക്സോണമിക് എയ്ഡ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. എ മാനുവൽസ്, ബി മോണോഗ്രാഫ്, സി കീ, ഡി ഫ്ലോറ. സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ സസ്യങ്ങളെയും ജന്തുക്കളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു വർഗീകരണ സൂചകം. എ മാനുവൽസ്, ബി മോണോഗ്രാഫ്, സി കീ, ഡി ഫ്ലോറ. ഇതിൻ്റെ ആൻസർ സി കീ ആണ്. ടാക്സോണമിക് കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. സോ ദ ആൻസർ ഈസ് സി കീ. Now we can go to second question. Identify the given word pair relationship and fill in the blanks. Cockroach, Malpighian tubules, Amphioxus dash. 4 ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. നെഫ്രീഡിയ, ആൻറ്റനൽ ഗ്ലാൻസ്, ഗ്രീൻ ഗ്ലാൻസ്, പ്രോട്ടോനെഫ്രീഡിയ. പദജോടി ബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായത്, കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗനാണ് മാൽപിജിയൻ ട്യൂബ്യൂൾ. So we have to find out which is the excretory organ of Amphioxus. From the answer given, നമുക്ക് മനസ്സിലാക്കാവുന്നത് Protonephridia is the excretory organ of Amphioxus. So the answer is Protonephridia. മൂന്നാമത്തെ ചോദ്യം: In a protein molecule, amino acids are linked by dash. A. Glycosidic bonds, B. hydrogen bonds, C. peptide bonds, D. diester bonds. ഒരു പ്രോട്ടീൻ തന്മാത്രയിൽ അമിനോ ആസിഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഡാഷ് വഴിയാണ്. ഗ്ലൈക്കോസിഡിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, പെപ്റ്റൈഡ് ബോണ്ട്, ഡയസ്റ്റർ ബോണ്ട്. നമുക്ക് എടുത്തെഴുതണം. തേർഡ് ക്വസ്റ്റ്യൻസ് ആൻസർ ഈസ് സി പെപ്റ്റൈഡ് ബോണ്ട്. നമുക്കറിയാം അമിനോ ആസിഡുകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ: ഇൻ ഹ്യൂമൻ ബീയിങ് ദ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫാരിങ്സ്, ബി ലാരിങ്സ്, സി ട്രക്കിയ, ഡി ബ്രോങ്കൈ. മനുഷ്യരിൽ ശബ്ദമുണ്ടാക്കാൻ സഹായിക്കുന്നത് എ ഫാരിങ്സ്, ബി ലാരിങ്സ്, സി ട്രക്കിയ, ഡി ബ്രോങ്കൈ. ആൻസർ ഈസ് ബി ലാരിങ്സ്. ലാരിങ്സിനെ സൗണ്ട് ബോക്സ് എന്ന് അറിയപ്പെടുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: പിക്ക് ദ ഓഡ് വൺ ഔട്ട്. എ പൈല, ബി നീറിസ്, സി സെപ്പിയ, ഡി ലോലിഗോ. ഒറ്റപ്പെട്ടത് തിരഞ്ഞെടുക്കുക. എ പൈല, ബി നീറിസ്, സി സെപ്പിയ ആൻഡ് ഡി ലോലിഗോ. ആൻസർ ഈസ് ബി നീറിസ്. നീറിസ് അന്നലിഡ ഫൈലത്തിൽ പെടുന്നതാണ്. എന്നാൽ ബാക്കി 3 പൈല, സെപ്പിയ, ലോലിഗോ ഫൈലം മൊളസ്കയിലാണ് വരുന്നത്. 6 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. 6ാമത്തെ ചോദ്യം: ഒബ്സർവ് ദ പിക്ചർ എ ആൻഡ് ബി. എ ഐഡൻറ്റിഫൈ ദ ടിഷ്യൂസ് എ ആൻഡ് ബി. ബി റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് എ ആൻഡ് ബി. എ ബി എന്നീ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. എ ബി എന്നിവ തിരിച്ചറിയുക. എയുടെയും ബിയുടെയും ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. സിക്സ്ത് ക്വസ്റ്റ്യൻസ് ആൻസർ എ ഈസ് സ്കെലിറ്റൽ മസിൽ ഓർ വോളണ്ടറി മസിൽ ഓർ സ്ട്രയേറ്റഡ് മസിൽ ഓർ സ്ട്രൈപ്ഡ് മസിൽ. ബി
smooth muscle or non-striated muscle or involuntary muscle or visceral muscle or unstriped muscle ഇതിലേതെങ്കിലും ഒരു വാക്ക് എഴുതിയാൽ മതി. Difference between striated muscle and non-striated muscles are: striated muscle found attached to the skeleton, whereas non-striated muscle occur in the wall of hollow viscera. രണ്ടാമത്തേത് striated muscles are made up of cylindrical cells, whereas non-striated muscles are made up of spindle shaped cells. മൂന്നാമത്തേത് in striated muscle the cells are multinucleate, whereas in non-striated muscle cells are uninucleate. നാലാമത്തെ ഡിഫറൻസ്: in striated muscle alternate light and dark bands present. In non-striated muscle no light and dark bands. അഞ്ചാമത്തേത് striated muscle contract at will or it is a voluntary muscle, whereas non-striated muscle contract without will, so it is involuntary muscle. Sixth one, striated muscle fatigued when overwork, but in non-striated muscle no fatigue whenever work. ഇതിലേതെങ്കിലും രണ്ട് വ്യത്യാസം എഴുതുക. Seventh question, in an epithelium specialized junctions provide both structural and functional links between its individual cells. Identify any two types of cell junctions and their functions. ഒരു ആവരണ കലയിലെ കോശങ്ങളെ തമ്മിൽ ഘടനാപരവും ജീവധർമ്മപരവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകതരം ജംഗ്ഷനുകൾ കാണപ്പെടുന്നു. ഏതെങ്കിലും രണ്ടു തരം ജംഗ്ഷനുകളുടെ പേരെഴുതുക, അവയുടെ ധർമ്മം എഴുതുക. മൂന്ന് തരം സെൽ ജംഗ്ഷൻസ് ആണുള്ളത്. അവ ടൈറ്റ് ജംഗ്ഷൻസ്, അഡ്ഹെറിംഗ് ജംഗ്ഷൻസ് ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ടൈറ്റ് ജംഗ്ഷൻസ് ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം leaking across a tissue. Adhering junctions perform cementing to keep neighboring cells together. Gap junctions facilitate the cells to communicate with each other by connecting the cytoplasm of adjoining cells. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ 2 മാർക്ക് കിട്ടും. എട്ടാമത്തെ ചോദ്യം, The mucus and bicarbonates present in gastric juice plays an important role in the protection of mucosal epithelium. Explain. ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള മ്യൂക്കസും ബൈകാർബണേറ്റുകളും മ്യൂക്കസ് ആവരണകലയുടെ സംരക്ഷണത്തിന് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു. വിശദമാക്കുക. The mucus and bicarbonates present in gastric juice helps to protect mucosal epithelium from excoriation by the highly concentrated HCl. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ശ്ലേഷ്മവും ബൈകാർബണേറ്റുകളും ആമാശയത്തിൻ്റെ ഉൾഭിത്തിയെ വഴുവഴുപ്പുള്ളതാക്കുകയും അതീവ ഗാഢതയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. Ninth question, differentiate between apoenzyme and coenzyme. B. Liases and ligases. വ്യത്യാസം എഴുതുക. Apoenzyme and coenzyme, liases and ligases. ആദ്യം അപ്പോഎൻസൈം കോഎൻസൈം തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പോഎൻസൈം ഈസ് ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് ദ എൻസൈം. ഒരു എൻസൈം അല്ലെങ്കിൽ രാസാഗ്നിയിൽ കാണുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യ ഘടകങ്ങളെ അപ്പോഎൻസൈം എന്ന് പറയുന്നു. The organic compounds which are not tightly bound to the apoenzyme are called coenzyme. Their association with apoenzyme occurs only during the time of catalysis. Example, NAD, NADP. NAD is nicotinamide adenine dinucleotide. NADP is nicotinamide adenine dinucleotide phosphate. കോ എൻസൈമുകളെ സഹരാസാഗ്നികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവ കാർബൺ കൊണ്ടുണ്ടാക്കിയ സംയുക്തങ്ങളാണ്. സഹരാസാഗ്നികൾ അപ്പോ എൻസൈമുമായി താൽക്കാലികമായ ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. സഹരാസാഗ്നികൾ അല്ലെങ്കിൽ കോ എൻസൈംസ് സഹഘടകങ്ങൾ അല്ലെങ്കിൽ കോ ഫാക്ടറായി പ്രവർത്തിക്കുന്നു. ഒന്നുകൂടി വിശദീകരിക്കാം. ഒരു ഫങ്ഷണൽ എൻസൈമിന് 2 ഭാഗങ്ങളാണുള്ളത്. പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് അപ്പോഎൻസൈം, നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് കോൾഡ് കോഫാക്ടർ. പ്രോട്ടീൻ പാർട്ട് എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബോണ്ടഡ് ആണ്. എന്നാൽ കോഫാക്ടർ നോൺ പ്രോട്ടീൻ പാർട്ട് എൻസൈമിൽ ലൂസ്ലി ബോണ്ടഡ് ആണ്. എക്സാമ്പിൾ ഫോർ അപ്പോഎൻസൈം ഈസ് ഹീം, whereas example for non-protein part is prosthetic group, coenzyme or metal ion. അതായത് കോഎൻസൈം ഒരു കോഫാക്ടറാണ്.
ഇനി ലയേസസും ലിഗേസസും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ലയേസസ് എന്ന് പറഞ്ഞാൽ the enzymes catalyze the removal of a group from a substrate without hydrolysis. Example, aldolase, carboxylase. Whereas the enzymes catalyze the linking together of two compounds is called ligases. Example, enzyme thiokinase catalyze joining of carbon oxygen, carbon sulfur, carbon nitrogen, phosphorus oxygen, etc. ലയേസുകൾ ജലവിശ്ലേഷണം അല്ലെങ്കിൽ ഹൈഡ്രോലൈസിസ് ഒഴികെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അഭികാരകങ്ങൾ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിൽ നിന്ന് ഗ്രൂപ്പുകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന രാസാഗ്നികളാണ്. എന്നാൽ ലിഗേസുകൾ രണ്ട് സംയുക്തങ്ങളുടെ കോമ്പൗണ്ട്സിൻ്റെ പരസ്പര ബന്ധം ത്വരിതപ്പെടുത്തുന്ന രാസാഗ്നികളാണ്. ഉദാഹരണം, കാർബൺ ഓക്സിജൻ, കാർബൺ സൾഫർ, കാർബൺ നൈട്രജൻ, ഫോസ്ഫറസ് ഓക്സിജൻ ബന്ധനങ്ങൾ ത്വരിതപ്പെടുത്തുന്ന രാസാഗ്നികളാണ് ലിഗേസുകൾ. ലിഗേസുകൾക്ക് ഉദാഹരണമാണ് എൻസൈം തയോകൈനേസ്. 10th question. Observe the picture. A. Name the class to which this animal belongs. B. Write any two characteristic features of this class. ചിത്രം നിരീക്ഷിക്കുക. എ. ഈ ജീവി ഉൾപ്പെടുന്ന ക്ലാസിൻ്റെ പേരെഴുതുക. ബി. ഈ ക്ലാസിൻ്റെ രണ്ട് സ്വഭാവ സവിശേഷതകൾ എഴുതുക. ഈ ചിത്രത്തിൽ ടോർട്ടോയ്സിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ബിലോങ്സ് ടു ക്ലാസ് റെപ്റ്റീലിയ. ആൻസർ എ ഈസ് ക്ലാസ് റെപ്റ്റീലിയ. Now second one is salient features. Creeping vertebrates, cold-blooded, oviparous animals, skin is dry and cornified, exoskeletal covering of epidermal scales, shed their scales as skin cast. Heart is 3-chambered, 2 auricles and 1 ventricle. Limbs when present are 2 pairs. External ear is absent. Tympanum represents the ear. ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ 2 സ്കോർ ലഭിക്കും. ഏതെങ്കിലും ആനിമൽസ് ഉൾപ്പെടുന്ന ക്ലാസിൻ്റെയോ ഫൈലത്തിൻ്റെയോ ക്യാരക്ടേഴ്സ് എഴുതാൻ പറഞ്ഞാൽ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് എഴുതുന്നതായിരിക്കും ഉത്തമം. അതായത് ആ ക്ലാസ്സിനോ ഫൈലത്തിനോ മാത്രം ഉള്ള ക്യാരക്ടേഴ്സ് എഴുതുക. 11ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 11th question. A. Write any 2 enzymes present in Succus enricus. B. Write the functions of these enzymes. സക്കസ് എൻറിക്കസിൽ ഉള്ള ഏതെങ്കിലും 2 എൻസൈമുകളുടെ പേരെഴുതുക. ഈ എൻസൈമുകളുടെ ധർമ്മം എഴുതുക. സക്കസ് എൻറിക്കസ് ഓർ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് കണ്ടെയ്ൻസ് മാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ് ഫോർ കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. ഇനി ഈ 3 എൻസൈമുകളുടെ ധർമ്മങ്ങൾ നോക്കാം. മാൾട്ടോസ് ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് പ്ലസ് ഗ്ലൂക്കോസ് ഇൻ ദ പ്രസൻസ് ഓഫ് മാൾട്ടേസ് എൻസൈം. Sucrose is converted to glucose plus fructose in the presence of sucrase enzyme. Lactose is converted to glucose and galactose in the presence of lactase enzyme. ഇനി പ്രോട്ടീൻ ഡൈജഷൻ നോക്കാം. സക്കസ് എൻറിക്കസ് contains enzyme dipeptidase for the digestion of protein. Dipeptidase converts dipeptide into amino acids. അടുത്തത് ഫാറ്റ് ഡൈജഷനിൽ സക്കസ് എൻറിക്കസിലെ എൻസൈമിന് എന്താണ് റോൾ എന്ന് നോക്കാം. സക്കസ് എൻറിക്കസ് കണ്ടെയ്ൻസ് എൻസൈം ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ് ഫോർ ദ ഡൈജഷൻ ഓഫ് ഫാറ്റ്. ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ് ഹൈഡ്രോലൈസസ് ഡൈഗ്ലിസറൈഡ് ആൻഡ് മോണോഗ്ലിസറൈഡ് ഇൻറ്റു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അടുത്തതായി സക്കസ് എൻറിക്കസിലെ ഏത് എൻസൈമുകളാണ് ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. സക്കസ് എൻറിക്കസ് കണ്ടെയ്ൻസ് എൻസൈംസ് ന്യൂക്ലിയോടൈഡേസ് and nucleosidase for the digestion of nucleic acid. Nucleosidase hydrolyzes nucleotide into nucleoside. ന്യൂക്ലിയോടൈഡിനെ ന്യൂക്ലിയോസൈഡ് ആക്കി മാറ്റുന്നത് ന്യൂക്ലിയോടൈഡേസ് ആണ്. അതുപോലെ ന്യൂക്ലിയോസൈഡിനെ ഷുഗറും നൈട്രജൻ ബേസുമാക്കി മാറ്റുന്നത് ന്യൂക്ലിയോസൈഡേസ് എന്ന എൻസൈമാണ്. ഇതിലേതെങ്കിലും 2 എൻസൈമുകൾ എഴുതിയാൽ മതി. നമുക്കൊന്നുകൂടി നോക്കാം. എൻസൈംസ് ഇൻ സക്കസ് എൻറിക്കസ് ആകെ 7 എണ്ണമാണുള്ളത്. അതിൽ 3 എണ്ണം കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, മാൾട്ടേസ്, സൂക്രേസ്, ലാക്ടേസ്. ഒരെണ്ണം പ്രോട്ടീന് ഡൈജസ്റ്റ് ചെയ്യുന്നു, ഡൈപെപ്റ്റിഡേസ്. ഒരെണ്ണം ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ്. 2 എണ്ണം ന്യൂക്ലിക് ആസിഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ന്യൂക്ലിയോസൈഡേസും ന്യൂക്ലിയോടൈഡേസും. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ 2 മാർക്ക് ലഭിക്കും.
ഇവയുടെ ധർമ്മം മുൻപേ ഇക്വേഷൻ രൂപത്തിൽ എഴുതിയിട്ടുള്ളതാണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് സക്കസ് എൻട്രിക്കസും അതിലുള്ള എൻസൈമുകളും അവയുടെ ഫങ്ഷൻസും വളരെ കൃത്യമായി ഇവിടെ വിവരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. 12th question. A. What is normal respiratory rate? B. Name an instrument used for measuring volume of air. C. Mention its clinical significance. 12A. സാധാരണ ശ്വസന നിരക്ക് എത്രയാണ്? ബി. ശ്വസനവായുവിൻ്റെ വ്യാപ്തം അളക്കാനുള്ള ഉപകരണം ഏത്? സി. ഇതിൻ്റെ ക്ലിനിക്കൽ പ്രാധാന്യം എന്ത്? ഇതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. നോർമൽ റെസ്പിറേറ്ററി റേറ്റ്. ഇറ്റ് ഈസ് 10 liters per minute. That is 12 to 16 times. B. Instrument used for measuring volume of air is spirometer or respirometer. C. Clinical significance of spirometer എന്താണെന്ന് നോക്കാം. It helps in clinical assessment of pulmonary functions. ശ്വാസകോശ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് റെസ്പൈറോമീറ്റർ സഹായിക്കുന്നു. 13ാമത്തെ ചോദ്യം. ഐഡൻറ്റിഫൈ 2 wrong statements among the following and correct it. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 എണ്ണം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എ. പ്ലാസ്മ വിത്തൗട്ട് ദ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് സീറം. ബി. RBC ഈസ് മൾട്ടിന്യൂക്ലിയേറ്റഡ് ഇൻ ഹ്യൂമൻ. സി. ന്യൂട്രോഫിൽസ്, lymphocytes and basophils are granulocytes. D. Neutrophils and monocytes are phagocytic cells. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ 2 പ്രസ്താവനകൾ തിരിച്ചറിയുക. അവ തെറ്റ് തിരുത്തി എഴുതുക. ആൻസർ നോക്കാം. റോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ബി ആൻഡ് സി. RBC ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ഇൻ ഹ്യൂമൻ എന്നാണ് തന്നിരിക്കുന്നത്. തെറ്റാണ്. RBC ഈസ് നോൺ ന്യൂക്ലിയേറ്റഡ് ഇൻ ഹ്യൂമൻ. ഹ്യൂമൻസിൽ RBCയിൽ ന്യൂക്ലിയസ് ഇല്ല. സി. ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്, ബേസോഫിൽസ് ആർ ഗ്രാനുലോസൈറ്റ്സ് എന്നാണ് തന്നിരിക്കുന്നത്. എന്നാൽ ന്യൂട്രോഫിൽസ്, എസ്നോഫിൽസ് ആൻഡ് ബേസോഫിൽസ് ആർ ഗ്രാനുലോസൈറ്റ്സ്. നമുക്ക് ഷോർട്ട് ഫോമിൽ ഓർത്ത് വയ്ക്കാം. ബെൻ, ബി ബേസോഫിൽ, ഇ എസ്നോഫിൽ, എൻ ന്യൂട്രോഫിൽ. ബേസോഫിൽ, എസ്നോഫിൽ, ന്യൂട്രോഫിൽ ഈ 3 എണ്ണമാണ് ഗ്രാനുലോസൈറ്റ്സ്. 14ാമത്തെ ചോദ്യം. എ. നെയിം എനി 2 സൈനോവിയൽ ജോയിൻറ്റ്സ് ഇൻ അവർ ബോഡി. ബി. വെയർ ഇസ് ഇറ്റ് ലൊക്കേറ്റഡ്. ശരീരത്തിലെ ഏതെങ്കിലും 2 സൈനോവിയൽ സന്ധികളുടെ പേരെഴുതുക. അവ ഓരോന്നും എവിടെ കാണപ്പെടുന്നു? ആദ്യം നമുക്ക് എല്ലാ സൈനോവിയൽ ജോയിൻറ്റുകളെയും പരിചയപ്പെടാം. അവ എവിടെ കാണപ്പെടുന്നു എന്ന് നോക്കാം. അതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ഷോൾഡർ ജോയിൻറ്റ് ആൻഡ് ഹിപ്പ് ജോയിൻറ്റ്. സെക്കൻഡ് വൺ, ഹിഞ്ച് ജോയിൻറ്റ്. നീ ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ്, ജോയിൻറ്റ് ബിറ്റ്വീൻ ഫാലഞ്ചസ്. പിവട്ട് ജോയിൻറ്റ്, joint between atlas and axis, first vertebra and second vertebra. 4ാമത്തേത് ഗ്ലൈഡിംഗ് ജോയിൻറ്റ്, joint between carpals and joint between wrist bones. 5ാമത്തേത് സാഡിൽ ജോയിൻറ്റ്, joint between carpal and metacarpal of thumb. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതുക. 15ാമത്തെ ചോദ്യം. fill up the table using appropriate terms. അനുയോജ്യമായ പദങ്ങൾ ഉപയോഗിച്ച് പട്ടിക പൂരിപ്പിക്കുക. ടേബിൾ തന്നിരിക്കുന്നത് നോക്കൂ. 3 കോളംസ് ആണുള്ളത്. ഗ്ലാൻസ്, ഹോർമോൺസ്, ഡിസീസ്. ഇതിലേതെങ്കിലും ഒരു കോളം ഫില്ല് ചെയ്യാനുണ്ടാകും. ആദ്യത്തേത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഡാഷ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. വി ഹാവ് ടു ഫിൽ എ, ദാറ്റ് ഈസ് വാസോപ്രസിൻ ഓർ ADH ഓർ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2ാമത്തേത് പാൻക്രിയാസ്, ഇൻസുലിൻ, ഡിസീസ് ഡാഷ്. ബി ഈസ് ഗിവൺ ദെയർ. ബി ഈസ് ഡയബറ്റിസ് മെലിറ്റസ്. പാൻക്രിയാസ്, ഇൻസുലിൻ ഉൽപ്പാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് മെലിറ്റസ്. 3ാമത്തേത് ഡാഷ്, അതായത് ഗ്ലാൻഡാണ് ഫില്ല് ചെയ്യാനുള്ളത്. ഹോർമോൺ തന്നിട്ടുണ്ട് തൈറോക്സിൻ. ഡിസീസ് ക്രെറ്റിനിസം. വി ഹാവ് ടു ഫിൽ സി. സി ഈസ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ്സ് തൈറോക്സിൻ ഹോർമോൺ. കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖമാണ് ക്രെറ്റിനിസം. 4ാമത്തേത് ഗ്ലാൻഡ് വീണ്ടും ഫില്ല് ചെയ്യാനുണ്ട്. ഹോർമോൺ തന്നിട്ടുണ്ട്, ഗ്രോത്ത് ഹോർമോൺ. ഡിസീസിൻ്റെ പേര് ഡ്വാർഫിസം. സോ വി ഹാവ് ടു ഫിൽ ഡി. ഡി ഈസ് അഡിനോഹൈപ്പോഫൈസിസ് ഓർ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഓർ പാർസ് ഡിസ്റ്റാലിസ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോണിൻ്റെ അഭാവത്തിലാണ് ഡ്വാർഫിസം ഉണ്ടാകുന്നത്.
16-ാമത്തെ ചോദ്യം. ANF is a regulatory mechanism in kidney function. A. Expand ANF. B. Which part of the body secrete ANF? C. Explain the regulatory mechanism. വൃക്കയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ANF. ANF എന്നത് വികസിപ്പിച്ചെഴുതുക. ശരീരത്തിലെ ഏതു ഭാഗത്താണ് ANF ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രസ്തുത റെഗുലേറ്ററി മെക്കാനിസം വിശദീകരിക്കുക. Expansion of ANF is atrial natriuretic factor. B. The body part which secrete ANF is heart. C. Regulatory mechanism of ANF നോക്കാം. When blood pressure increases, atrial wall secretes ANF. ANF causes the dilation of the blood vessels which reduces blood pressure. ഹൃദയത്തിൻ്റെ ഏട്രിയൽ ഭിത്തി ഒരു പ്രധാനപ്പെട്ട പെപ്റ്റൈഡ് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അതാണ് ANF അല്ലെങ്കിൽ ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഇത് രക്തസമ്മർദ്ദം കുറയുന്നതിന് സഹായിക്കുന്നു. രക്തസമ്മർദ്ദം കൂടുന്ന അവസരത്തിൽ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ കഴിവുള്ള ANF സ്രവിപ്പിക്കുകയും അതിൻ്റെ ഫലമായി രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യുന്നു. Next, answer any 3 questions from 17 to 20. Each carries 3 scores. 17 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. 17-ാമത്തെ ചോദ്യം. Observe the figure. A. Identify the picture. B. Label the parts A, B and C. C. Write the function of D. ചിത്രം തിരിച്ചറിയുക. A, B, C എന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഡിയുടെ ധർമ്മം എഴുതുക. Answer A. Identification of the picture. A is structure of neuron. B. A, B, C പാർട്ടുകളാണ് ലേബൽ ചെയ്യേണ്ടത്. A. Dendrite. B. Cell body or cytone. C. Axon. C. Write the function of D. Part D is synaptic knob. Synaptic knob possesses synaptic vesicles. Synaptic vesicles contain chemicals called neurotransmitters. Neurotransmitter helps in the conduction of nerve impulse across synapse. ആക്സോണിൻ്റെ അകലെയുള്ള അഗ്രഭാഗം ശാഖകളായി പിരിഞ്ഞിരിക്കുന്നു. ശാഖകളുടെ അഗ്രങ്ങളിൽ കാണപ്പെടുന്ന മുഴ പോലുള്ള ഭാഗങ്ങളെ സിനാപ്റ്റിക് മുഴകൾ അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബ് എന്നറിയപ്പെടുന്നു. ഇവയിലെ സിനാപ്റ്റിക് അറകളിൽ അല്ലെങ്കിൽ സിനാപ്റ്റിക് വെസിക്കിളിൽ നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. ആക്സോണുകൾ കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ സിനാപ്സിലേക്കോ നാഡീപേശി സന്ധിയിലേക്കോ കടത്തിവിടുന്നത് സിനാപ്റ്റിക് മുഴകളിലുള്ള നാഡീയ പ്രേഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വഴിയാണ്. 18th question. This condition can be avoided by administering anti-Rh antibodies to the mother immediately after the delivery of the first child. A. Identify this condition. B. Write the reason for this condition. C. Write the symptoms of the fetus born in this condition. ഈ അവസ്ഥ ഒഴിവാക്കാനാണ് ആദ്യ പ്രസവം നടന്ന ഉടനെ തന്നെ അമ്മയ്ക്ക് ആൻറ്റി-RH ആൻറ്റിബോഡി നിർദ്ദേശിക്കുന്നത്. എ. ഈ അവസ്ഥ തിരിച്ചറിയുക. ബി. ഈ അവസ്ഥയ്ക്ക് കാരണം എഴുതുക. സി. ഈ അവസ്ഥയിൽ ജനിക്കുന്ന നവജാത ശിശു കാണിക്കുന്ന ലക്ഷണങ്ങൾ എഴുതുക. 18th answer A is erythroblastosis fetalis. B. The reason for erythroblastosis fetalis. If Rh positive child develops in the womb of Rh negative mother, the Rh antigen in the fetal blood enters the maternal blood and induces the formation of anti-Rh antibodies in the maternal blood. This is a slow process and the child may be born normally by this time. If this woman conceive an Rh positive fetus for the second time, the anti-Rh antibodies in the maternal blood can leak into the blood of Rh positive fetus and destroy the fetal RBCs. RH നെഗറ്റീവായ ഗർഭിണിയിൽ ഗർഭസ്ഥ ശിശു RH പോസിറ്റീവായിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യമാണ്. RH പോസിറ്റീവായ ഗർഭസ്ഥ ശിശുവിൻ്റെ RH ആൻറ്റിജനുകൾ RH നെഗറ്റീവായ അമ്മയുടെ രക്തവുമായി ആദ്യ ഗർഭത്തിൽ കൂടിച്ചേരുന്നില്ല. കാരണം
രണ്ട് രക്തങ്ങളും തമ്മിൽ പ്ലാസൻ്റ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. എന്നാൽ ആദ്യ പ്രസവം നടക്കുമ്പോൾ കുഞ്ഞിൻ്റെ RH പോസിറ്റീവ് രക്തം കുറഞ്ഞ തോതിലെങ്കിലും RH നെഗറ്റീവായ അമ്മയുടെ രക്തവുമായി കലരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ അമ്മയുടെ രക്തം RH ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. തുടർന്നുള്ള ഗർഭധാരണങ്ങളിൽ RH നെഗറ്റീവായ അമ്മയുടെ രക്തത്തിലുള്ള RH ആൻറ്റിബോഡികൾ RH പോസിറ്റീവായ ഗർഭസ്ഥ ശിശുവിൻ്റെ രക്തത്തിൽ കലരാനും അതുവഴി കുഞ്ഞിൻ്റെ അരുണരക്തകോശങ്ങൾ RBC നശിക്കുവാനും ഇടയാകുന്നു. ഗർഭസ്ഥ ശിശുവിന് കഠിനമായ വിളർച്ചയും മഞ്ഞപ്പിത്തവും ഉണ്ടാവുകയോ മരണപ്പെടുകയോ ചെയ്യാം. ഈ അവസ്ഥയെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് അരുണ രക്താണു നാശക ഭ്രൂണമരണം എന്ന് വിളിക്കുന്നു. ഇത് ഒഴിവാക്കാൻ ആദ്യ പ്രസവത്തിന് ശേഷം അടിയന്തരമായി ആൻറ്റി-RH ആൻറ്റിബോഡികൾ അമ്മയ്ക്ക് നൽകുന്നു. ആൻസർ ഫോർ സി. സിംപ്റ്റംസ് ഓഫ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് ആർ അനീമിയ ആൻഡ് ജോണ്ടിസ്. 19th question. Metagenesis is the characteristic phenomenon of this phylum. A. Identify the phylum. B. Write any 4 other characteristics of this phylum. C. Give one example of this phylum. മെറ്റാജെനസിസ് ഈ ഫൈലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഫൈലം തിരിച്ചറിയുക. ഈ ഫൈലത്തിൻ്റെ ഏതെങ്കിലും മറ്റ് 4 സ്വഭാവവിശേഷങ്ങൾ എഴുതുക. ഈ ഫൈലത്തിൽ നിന്നും ഒരു ഉദാഹരണം എഴുതുക. ആൻസർ ഫോർ question number 19A is phylum Coelenterata or Cnidaria. മെറ്റാജെനസിസ് കാണപ്പെടുന്നത് ഫൈലം നിഡേറിയ അല്ലെങ്കിൽ സീലൻട്രേറ്റയിലാണ്. ബി. എനി 4 characteristics ഓഫ് ഫൈലം സീലൻട്രേറ്റ. ഫസ്റ്റ് ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. ദേ ആർ റേഡിയലി സിമെട്രിക്കൽ, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഡിപ്ലോബ്ലാസ്റ്റിക്. ഇനി ഫൈലം സീലൻട്രേറ്റയുടെ സ്പെസിഫിക് ക്യാരക്ടേഴ്സ് നോക്കാം. പ്രസൻസ് ഓഫ് സ്റ്റിങ്ങിങ് സെൽ ഓർ നീഡോബ്ലാസ്റ്റ്, പ്രസൻസ് ഓഫ് സെൻട്രൽ ഇൻറ്റേർണൽ ക്യാവിറ്റി കോൾഡ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഓർ സീലൻട്രോൺ, 2 types of body forms, polyp and medusa. നാലാമത്തേത് polyp is sessile, tubular, attached form with tentacles. Medusa is free-swimming, umbrella-like, downwardly directed mouth. Polyp is asexual stage, whereas medusa is sexual stage. ഇതിലേതെങ്കിലും 4 ക്യാരക്ടേഴ്സ് എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടും. ഫൈലത്തിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ ജനറൽ ക്യാരക്ടേഴ്സ് എഴുതുന്നതിനേക്കാൾ കൂടുതൽ അഭികാമ്യം സ്പെസിഫിക് ക്യാരക്ടേഴ്സ്, അതായത് ആ ഫൈലത്തിൻ്റെ മാത്രമായ ക്യാരക്ടേഴ്സ് എഴുതുന്നതായിരിക്കും. Question number 19, C part. Give one example of this phylum Coelenterata. ഫൈലം സീലൻട്രേറ്റയിൽ വരുന്ന എല്ലാ എക്സാമ്പിൾസും ഇവിടെ തന്നിട്ടുണ്ട്. ഹൈഡ്ര, ഒബീലിയ, ഒറേലിയ, ഫൈസാലിയ, അഡാംസിയ, പെനാറ്റുല, ഗോർഗോണിയ, മിയാൻഡ്രിന. ഇതിൻ്റെ എല്ലാം കോമൺ നെയിമും ഇവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിച്ച് അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. 20ാമത്തെയും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തേതുമായ ചോദ്യം മാച്ച് ദ ഫോളോയിങ്. 2 ടേബിൾസ് തന്നിട്ടുണ്ട്. എ, ബി. എ ഭാഗത്ത് തന്നിരിക്കുന്നത് ടെൻഡൻ, കോളംനാർ എപ്പിത്തീലിയം, ബോൺ, അഡിപ്പോസ് ടിഷ്യൂ, ലിഗമെൻറ്റ്, ബ്ലഡ്. ബി പാർട്ടിൽ തന്നിരിക്കുന്നത് സ്റ്റോർ ഫാറ്റ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ, അറ്റാച്ച് മസിൽ ടു ബോൺ, ഹെൽപ്സ് ഇൻ സെക്രീഷൻ, സപ്പോർട്ട്, അറ്റാച്ച് ബോൺ ടു ബോൺ, സെക്രീറ്റ് ഹോർമോൺസ്, കണ്ടക്ട് ഇമ്പൾസസ്. ഇതിൽ കറക്റ്റായതെടുത്ത് മാച്ച് ചെയ്യുക. ചേരുംപടി ചേർക്കുക. ആൻസർ ഫോർ 20 മാച്ച് ചെയ്ത് എഴുതാം. ടെൻഡൻ, അറ്റാച്ച് മസിൽ ടു ബോൺ. കോളംനാർ എപ്പിത്തീലിയം, ഹെൽപ്സ് ഇൻ സെക്രീഷൻ. ബോൺ, സപ്പോർട്ട്. ആഡിപ്പോസ് ടിഷ്യൂ, സ്റ്റോർ ഫാറ്റ്. ലിഗമെൻറ്റ്, അറ്റാച്ച് ബോൺ ടു ബോൺ. ബ്ലഡ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓരോന്നിനും 1/2 മാർക്ക് വെച്ച് 6 എണ്ണം കറക്റ്റാണെങ്കിൽ 3 മാർക്ക് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, share and subscribe Sunu's Bios video channel.